ഇന്ത്യൻ ആകാശത്ത് ഇപ്പോൾ ഒരു പുതിയ മുഴക്കം കേൾക്കുന്നുണ്ട്. നമ്മുടെ വ്യോമസേനയുടെ കരുത്ത് ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വെറും ഒരു ഇടപാട് മാത്രമല്ല ഇത്, നമ്മുടെ അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മോദി സർക്കാരിന്റെ മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ്. എന്താണ് ഈ മാറ്റത്തിന്റെ പിന്നിലെ രഹസ്യം? ഇന്ത്യ സ്വന്തമാക്കിയ ആ അത്ഭുത സാങ്കേതിക വിദ്യ എന്താണ്? ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഇന്ത്യ ഇപ്പോൾ ചരിത്രപരമായ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് 300 R-37M ദീർഘദൂര സംവിധാനങ്ങൾ ഇന്ത്യ സ്വന്തമാക്കുന്നു. $1.2 ബില്യൺ മുകളിലാണ് ഈ ഇടപാടിന്റെ മൂല്യം വരുന്നത്. കേവലം ഒരു പർച്ചേസ് അല്ല ഇത്. ആകാശ സുരക്ഷയുടെ സമവാക്യങ്ങൾ തന്നെ മാറ്റിമറിക്കുന്ന ഒന്ന് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും ദൂരപരിധിയുള്ള സംവിധാനങ്ങളിൽ ഒന്നാണ് R-37M. 300 മുതൽ 400 കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇതിന് സാധിക്കും. മണിക്കൂറിൽ ശബ്ദത്തെക്കാൾ 6 ഇരട്ടി വേഗതയിൽ, അതായത് മാക് 6 വേഗതയിൽ വരെ ഇതിന് സഞ്ചരിക്കാനാകും എന്നതാണ്. അതെ, ഇതിന്റെ വേഗത എന്നത് ഒരു മനുഷ്യ മനസ്സിന് ചിന്തിച്ചു പോലും നോക്കാൻ കഴിയാത്തത്രയുമാണ്. ഈ സാങ്കേതിക വിദ്യകൾ ഘടിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങളിലാണ്. ശക്തമായ പേലോഡ് ശേഷിയുള്ള സുഖോയ് വിമാനങ്ങൾക്ക് ഇവ അനായാസം വഹിക്കാൻ കഴിയുമെന്നതാണ്. കൂടാതെ നമ്മുടെ പ്രതിരോധ മേഖലയിലെ നവീകരണ പ്രവർത്തനങ്ങളും ഇതിനോട് ചേർത്തു തന്നെ വായിക്കണം. ഇത്തരം സംവിധാനങ്ങൾ ശത്രുക്കളുടെ നിരീക്ഷണ വിമാനങ്ങളെയും മറ്റ് വലിയ സപ്പോർട്ട് വിമാനങ്ങളെയും വളരെ ദൂരെ നിന്ന് തന്നെ ലക്ഷ്യമിടാൻ സഹായിക്കുമെന്നതാണ്. അതായത് അതിർത്തിക്ക് സമീപം വരുന്ന മറ്റ് വിമാനങ്ങൾക്ക് നമ്മുടെ അതിർത്തിയിലേക്ക് കടക്കാൻ പോലും സാധിക്കില്ല എന്നതാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖല സ്വയം പര്യാപ്തതയിലേക്കും ആധുനികവൽക്കരണത്തിലേക്കും കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. $25 ബില്യൺ ബൃഹത്തായ നവീകരണ പാക്കേജ് ഇതിനായി അനുവദിച്ചിരിക്കുകയാണ്. S-400 പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോണുകൾ, ഗതാഗത വിമാനങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ ഈ നീക്കം ഏഷ്യൻ മേഖലയിലെ സന്തുലിതാവസ്ഥ തന്നെ ഇന്ത്യയുടെ പക്ഷത്തേക്ക് മാറ്റുകയാണ്. പ്രതിരോധ രംഗത്തെ വൻ കുതിച്ചുചാട്ടം നമ്മുടെ പരമാധികാരത്തിന്മേൽ ആരും വിരൽ ചൂണ്ടില്ല എന്ന് ഉറപ്പു നൽകുന്നു. നമ്മുടെ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ചേർന്ന് അസ്ത്ര MK2, MK3 തുടങ്ങിയ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സാങ്കേതിക വിദ്യകൾ പൂർണ്ണമാകുന്നതുവരെയുള്ള ഇടവേള നികത്താൻ R-37M പോലുള്ള പദ്ധതികൾ സഹായിക്കും. മോദി സർക്കാരിന്റെ ദീർഘവീക്ഷണമുള്ള തീരുമാനങ്ങളാണ് ഇന്ന് രാജ്യത്തിന്റെ സുരക്ഷ ഈ നിലയിലേക്ക് ഉയർത്തിയിരിക്കുന്നതെന്നും നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ത്യയുടെ ആകാശ സുരക്ഷ ഇപ്പോൾ മുമ്പത്തേക്കാളും ഭദ്രമാണ്. സുഖോയ് വിമാനങ്ങളുടെ കരുത്തും R-37M വേഗതയും ചേരുമ്പോൾ ആകാശത്ത് ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.